സർക്കാരും CPIM-ഉം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നു. മുഖ്യമന്ത്രിയിൽ നിന്ന് മറുപടി ലഭിക്കേണ്ട പല ചോദ്യങ്ങൾക്കും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ഉത്തരമില്ലാത്തതോടെ സമ്മേളനം സംഭവ ബഹുലമാവും. 9 ദിവസം നീണ്ടു നിൽക്കുന്ന നിയമസഭാ സമ്മേളനം. സഭയെ സംഭവബഹുലമാക്കാൻ പ്രതിപക്ഷത്തിന്റെ പക്കൽ നിരവധി വിഷയങ്ങൾ. കഴിഞ്ഞ തവണ വരെ സർക്കാരിന്റെ ചാവേറായിരുന്ന PV അൻവർ ഒറ്റയ്ക്കൊരു പ്രതിപക്ഷമാകാൻ പോകുന്ന സഭ. ADGP RSS കൂടിക്കാഴ്ചയും തൃശൂർ പൂരം കലക്കലും സ്വർണ്ണക്കടത്തും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായ ആരോപണവും തുടങ്ങി ഹേമ കമ്മിറ്റി വരെയുള്ള എണ്ണിയാൽ തീരാത്ത വിഷയങ്ങൾ. അതിനേക്കാൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന PR ഏജൻസി വിവാദം. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും വ്യക്തമായ മറുപടി ഇല്ലാതായതോടെ മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിക്കാൻ പ്രതിപക്ഷം നിരവധി ചോദ്യങ്ങൾ ഉതിർക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് മറുപടി പറയാതിരിക്കാൻ ചോദ്യങ്ങൾ വെട്ടിനിരത്തിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം മറ്റൊരു വശത്ത്. നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങൾ നക്ഷത്രചിഹ്നം ഇടാതെയാക്കി മാറ്റിയെന്ന പരാതിയിൽ സ്പീക്കറുടെ മറുപടി ഇങ്ങനെ: പരാതി കിട്ടിയിട്ടുണ്ട്. സാധാരണ നിലയിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഫ്ലോറിൽ വരാൻ സാധിക്കുന്നതല്ല. അങ്ങനെ ഡെലിബറേറ്റായി എന്തെങ്കിലും ഒഴിവാക്കുന്ന സമീപനം ഞങ്ങളുടെ ഭാഗത്തുണ്ടായില്ല. അത്തരം ഒരു പരാതി ഏതായാലും പ്രതിപക്ഷ നേതാവിന് ഉണ്ടാവില്ല. നിയമസഭയിൽ നാളെ അടിയന്തര പ്രമേയം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവില്ല. വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് പിരിയും. തിങ്കളാഴ്ച മുതലുള്ള 8 ദിവസമാകും സംഭവബഹുലമായ സഭാ കാലയളവ്. 24 തിരുവനന്തപുരം.